കേരളത്തിലെ NCP നേതാക്കൾക്ക് ശക്തമായ താക്കീത് നൽകി പാലാ MLA മാണി സി കാപ്പൻ രംഗത്ത് വന്നിരിക്കുന്നു. താൻ NCPയോടൊപ്പം പ്രവർത്തിച്ച നാൾ പാലായിൽ വലിയ രീതിയിലുള്ള ഹൈപ്പുണ്ടാക്കാൻ അഹോരാത്രം പണിയെടുത്ത ദിനങ്ങൾ ഓർക്കുന്നു. അതികായനായ KM മാണിയോട് മത്സരിച്ച് പരാജയപ്പെടുമ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ NCP അവിടെ പടുത്തുയർത്താം എന്ന ചിന്താഗതി ഉണ്ടായിരുന്നു. അതെല്ലാം മുന്നണി മര്യാദ ലംഘിച്ചുകൊണ്ട് പിണറായി വിജയൻ ജോസ് കെ മാണിക്ക് തീറെഴുതി കൊടുക്കാൻ നിന്നപ്പോഴാണ് നല്ലവരായ പാലക്കാർ എന്നെ ജയിപ്പിച്ചതെന്ന് കൃത്യമായി മാണി സി കാപ്പൻ പറഞ്ഞിരിക്കുകയാണ്. NCP പോകുന്ന രീതി തെറ്റായ വഴിയാണ്. LDFുമായി സഹകരിക്കുക എന്നത് വാസ്തവത്തിൽ BJPയിലേക്കുള്ള എൻട്രി എന്ന് തന്നെയാണ് മാണി സി കാപ്പൻ വ്യക്തമാക്കുന്നത്. UDFുമായി സഹകരിക്കുന്നതാണ് ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ശരി. അതുകൊണ്ട് തന്നെ കൃത്യമായും NCP UDFിലേക്ക് ലയിക്കേണ്ടതിൻ്റെ അനിവാര്യത അദ്ദേഹം പറയുന്നു. NCP UDFിൽ ലയിച്ചാൽ താൻ കൃത്യമായും NCPയിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കുമെന്നും പാലായിൽ കൃത്യമായി മാണി സി കാപ്പൻ പറഞ്ഞിരിക്കുകയാണ്. നിരവധി രാഷ്ട്രീയ നേതാക്കൾക്ക് NCPയിൽ തിരികെ വരണമെന്ന് ആഗ്രഹമുണ്ട്. ശരത് പവാർ തന്നെയാണ് ഞങ്ങളുടെ നേതാവ്. എന്നാൽ പരിപൂർണമായും NCP ഇപ്പോൾ വർഗീയ സംഘടനകളുടെ പിടിയിലായിരിക്കുന്ന സാഹചര്യമാണ്. മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് എന്ന് മാണി സി കാപ്പൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. പാലായിൽ ഇനി ജോസ് കെ മാണിയെ കാലുകുത്തിക്കാതിരിക്കാൻ ഞാൻ തന്നെ മതി എന്നാണ് മാണി സി കാപ്പൻ ഉറപ്പിച്ച് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിൻ്റെ ഇരട്ടിയിലധികം ഭൂരിപക്ഷം നേടിയെടുക്കാൻ തനിക്ക് ആവതുണ്ട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് മാണി സി കാപ്പൻ. വാസ്തവത്തിൽ ഫ്രാൻസിസ് ജോർജിൻ്റെ വിജയത്തിൽ ഏറ്റവും വലിയ കാതലായ പങ്ക് വഹിച്ച വ്യക്തികളിൽ ഒന്ന് മാണി സി കാപ്പനും പാലായിലെ മണ്ഡലത്തിലെ വലിയ ഭൂരിപക്ഷവും തന്നെയാണ്. ഒരുപക്ഷെ ഫ്രാൻസിസ് ജോർജ് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് മാണി സി കാപ്പനോട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് PJ ജോസഫ് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ജോസഫ് ഗ്രൂപ്പിലേക്ക് ഹാർദവുമായി ക്ഷണിച്ചത്. എന്നാൽ സ്നേഹപൂർവ്വം അത് നിരസിച്ചുകൊണ്ട് തനിക്ക് തൻ്റെ പാർട്ടി എന്ന രീതിയിലേക്ക് പോകാനാണ് താല്പര്യം. എന്നാൽ ജോസഫ് ഗ്രൂപ്പിനോട് എന്നും കൃത്യമായി ആദരവും സ്നേഹവും തനിക്കുണ്ടായിരിക്കുമെന്ന് മാണി സി കാപ്പൻ പറയുന്നു. അവർ നിസ്സാരമായിട്ടല്ല, അവർ തെരഞ്ഞെടുപ്പിൽ എന്നെ ഏറെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ മോൻസ് ജോസഫിനും PJ ജോസഫിനും എനിക്ക് കൃത്യമായും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. എൻ്റെ വിജയത്തിന് കൃത്യമായ പങ്ക് വഹിച്ച വ്യക്തികൾ കൂടിയാണവർ എന്ന് മാണി സി കാപ്പൻ നെഞ്ചിൽ കൈവച്ച് പറയുകയാണ്. പാലായിൽ ജനങ്ങൾ തന്നെയാണ് അന്തിമ വിധി എഴുതുന്നത്. അതിനകത്തൊരു തർക്കവുമില്ല. എല്ലാം മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. 54 വർഷത്തെ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് പാലാ ജനത മോചിതരായത് 2019 ഉപതെരഞ്ഞെടുപ്പിൽ തന്നെയാണെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അന്ന് KM മാണിയുടെ മകന് മത്സരിക്കാൻ ധൈര്യമില്ല എന്നത് കൃത്യമായും അതിൻ്റെ സൂചന തന്നെയായിരുന്നു. അന്ന് മാണി സി കാപ്പൻ വിജയിച്ചത് 3000-ഓളം വോട്ടുകൾക്കാണ്. അതിനുശേഷമാണ് ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് എടുക്കുകയും നെറുകേട് രാഷ്ട്രീയത്തിൽ കാണിച്ചുകൊണ്ട് പിണറായി വിജയൻ വലിയ നേട്ടം കൊയ്തെടുക്കാമെന്ന് വിചാരിച്ചതും എന്നാൽ പാലാക്കാർ അതിന് മറുപടി കൊടുത്തതും അങ്ങനെ തന്നെയാണ്. അത് ഇനിയും അങ്ങനെ തന്നെ തുടരുമെന്നും മാണി സി കാപ്പൻ വ്യക്തമാക്കിയിരിക്കുന്നു.